നമസ്കാരം. ഡയബറ്റിക് കെയർ ഇന്ത്യ യൂട്യൂബിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലേക്കും വ്യാപിച്ച കാര്യം നിങ്ങളോട് എല്ലാവരോടും വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഫേസ്ബുക്കിൽ കയറി ലൈക്ക്, ഷെയർ, ഫോളോ അതൊക്കെ ചെയ്യുക. ഇൻസ്റ്റയിലും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. നമസ്കാരം. ഒറ്റ നോട്ടത്തിന് പുകവലിക്കുന്ന ഒരു വ്യക്തിയുടെ കാൽപാദങ്ങളായിട്ട് ഇവയെ കാണാൻ സാധിക്കൂ. ഇപ്പൊ നിങ്ങളുടെ സ്ക്രീനിൽ തെളിഞ്ഞു വന്ന ഈ രണ്ട് കാൽപാദങ്ങൾ നിങ്ങൾ കാണുക. കാലുകൾ, പാദങ്ങൾ ഉൾപ്പെടെ. അതിന് ചർമ്മത്തിലുള്ള മാറ്റങ്ങൾ ഏത് കൊച്ചുകുട്ടിക്ക് മനസ്സിലാവും. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ മറ്റെന്തൊക്കെ മാറ്റങ്ങളാണ് ഈ കാൽപാദങ്ങൾക്കും ഈ കാലുകൾക്കും വന്നിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുക, ശ്രദ്ധിക്കുക. അതിൽ പ്രധാനമായിട്ടും ഇടത് കാലിൻ്റെ ചർമ്മത്തിൽ വന്നിരിക്കുന്ന ആ കുത്തുകളാണ്. ഇതായിരുന്നു തുടക്കം. ഇനിയിപ്പോൾ ഈ വ്യക്തിയെക്കുറിച്ചും സംക്ഷിപ്തമായി പറയാം. വെറും 50 വയസ്സ് മാത്രം പ്രായമുള്ള ഇദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുകവലിക്കില്ല, ഇടയ്ക്കിടയ്ക്ക് മദ്യപിക്കുന്നുണ്ട്. 20 വർഷത്തോളമായി പ്രമേഹം ഉള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം എന്നെ കാണാൻ വന്നത് അടുത്ത ദിവസങ്ങളിലായിരുന്നു. ഈ കാലുകൾ കാണുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പ്രമേഹം എന്നുള്ളത് രക്തയോട്ടത്തിൻ്റെ ഒരു പ്രശ്നമാണ് എന്നുള്ളതാണ്. ഇറ്റ്സ് എ വാസ്കുലർ കണ്ടീഷൻ എന്നാണ് അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ രക്തയോട്ടം എന്ന് സങ്കല്പിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു ഇമേജ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു കുഴൽ, ആ കുഴലിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചുവന്ന ഒരു ദ്രാവകം ആയിട്ട് മാത്രമേ നമ്മൾ അതിനെ കാണാറുള്ളൂ. എന്നാൽ രക്തയോട്ടം എന്ന് ഉദ്ദേശിക്കുന്ന അത് മാത്രമല്ല. രക്തയോട്ടം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഏറ്റവും ചെറിയ രക്തക്കുഴലുകൾ, മൈക്രോവാസ്കുലാർ സർക്കുലേഷൻ എന്നാണ് അതിനെ പറയപ്പെടുന്നത്. ഏറ്റവും ചെറിയ രക്തക്കുഴലുകളിലൂടെ രക്തചംക്രമണം നടക്കാതിരിക്കുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് എന്ന് പറയുന്നത്, ഡയബറ്റിക് ഡിസീസ് എന്ന് പറയുന്നത്. ആ ഏറ്റവും ചെറിയ രക്തക്കുഴലുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഞരമ്പുകൾ, അതായത് നാഡികൾ എന്ന് പറയുന്ന ഈ അവയവങ്ങളിലേക്കാണ് ഏറ്റവും ചെറിയ രക്തക്കുഴലുകൾ വരുന്നത്. ഈ നാഡികൾക്ക് തന്നെ രക്തം കൃത്യസമയത്ത് ഓക്സിജൻ ഉൾപ്പെടെ എല്ലാ പോഷകങ്ങളും എത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവയാണ് ഈ ഏറ്റവും ചെറിയ രക്തക്കുഴലുകൾ. അപ്പോൾ ഈ നാഡികൾക്ക് രക്തചംക്രമണം ഇല്ലെങ്കിൽ ഈ നാഡികളുടെ പ്രവർത്തനം ക്ഷയിച്ചു പോകും. നാഡികളുടെ പ്രവർത്തനം ക്ഷയിച്ചു പോകുന്നതിനാണ് ന്യൂറോപ്പത്തി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം. അതുപോലെ നേത്രങ്ങളിലും ഈ പ്രക്രിയ നേത്രങ്ങളിലും ബാധിക്കുമ്പോൾ നേത്രങ്ങൾക്ക് റെറ്റിനോപ്പത്തി എന്നുള്ള വരും. അപ്പോൾ ഒരുപാട് പത്തീസ് ഉണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഈ റെറ്റിനോപ്പത്തി എന്ന് പറയുന്നതാണ് ഈ കാണുന്ന ന്യൂറോപ്പത്തി അല്ലെങ്കിൽ ഡെർമോപ്പത്തിയെക്കാളും ഒക്കെ എത്രയോ നേരത്തെ സംഭവിക്കുന്നത്. ഇദ്ദേഹത്തിന് ഇപ്പൊ ഈ കാണുന്ന വ്യക്തിയുടെ ഈ കാൽപാദങ്ങൾ ഈ നിലയ്ക്ക് ആയതിൻ്റെ ഏതാണ്ട് 10 15 ഒരു പക്ഷെ 20 വർഷങ്ങൾക്ക് മുമ്പോ തന്നെ നേത്രങ്ങളിൽ മാറ്റങ്ങൾ തുടങ്ങിക്കാണും. പക്ഷെ ആരും ശ്രദ്ധിച്ചില്ല. അത് ഈ വ്യക്തി ശ്രദ്ധിക്കില്ല, കാരണം അതിന് യാതൊരു ലക്ഷണങ്ങളും ഉണ്ടാവില്ല. നിർഭാഗ്യവശാൽ ചികിത്സിച്ച വ്യക്തികൾ പോലും ഇത് ശ്രദ്ധിക്കാതെ ഇരുന്നു എന്ന് തന്നെ വേണം പറയാൻ. എന്തുകൊണ്ട്? കാരണം വ്യക്തി, ഈ രോഗി ഇതിനെക്കുറിച്ച് യാതൊരു ലക്ഷണങ്ങളും പറഞ്ഞില്ല, യാതൊരു ബുദ്ധിമുട്ടുകളും പങ്കുവെച്ചില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് പത്രം വായിക്കാൻ പറ്റും, എനിക്ക് എൻ്റെ മൊബൈൽ ഫോണിലെ നമ്പറൊക്കെ കാണാൻ പറ്റും, എനിക്ക് എൻ്റെ നേത്രങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല എന്നുള്ളതാണ് സ്ഥിരം പാടുന്ന പല്ലവി എല്ലാ വ്യക്തികളും. നമ്മുടെ കടമയാണത്, അവരെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതും. ഈ ചെറിയ രക്തക്കുഴലുകളിലൂടെ ഉള്ള രക്തചംക്രമണങ്ങളുടെ പ്രശ്നം അത് ആദ്യം കണ്ടുപിടിക്കാൻ നേത്ര പരിശോധന അനിവാര്യമാണ്, അത്യന്താപേക്ഷിതമാണ് എന്ന് പറയേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പോൾ ഡയബറ്റിക് കെയർ ഇന്ത്യയുടെ എല്ലാ പ്രേക്ഷകർക്കും ഇത് ഞാൻ കാലാകാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇതിൻ്റെ പ്രാധാന്യം എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരായിട്ട് ഇത് പങ്കുവയ്ക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം സംഭവിക്കുന്ന ആ മാറ്റങ്ങളുടെ ഒരു ഭവിഷ്യത്താണ് ഇപ്പൊ ഈ കാൽ രണ്ടും ഇങ്ങനെ വന്നതും ഈ കാൽപാദങ്ങളുടെ അവസ്ഥ ഇങ്ങനെ ആയതും. ഇനി ഈ പാദത്തിന്റെ വെള്ള ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വളരെ വിഷമിപ്പിക്കുന്ന കാഴ്ചയാണത്. അതുകൊണ്ട് ഞാനത് മനഃപൂർവ്വം ഇവിടെ കാണിക്കുന്നില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ കാൽപാദത്തിന്റെ അടിയിൽ വ്രണങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ഇപ്പൊ ഈ കാലുകൾ വെച്ചിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രായത്ര വെറും 50 വയസ്സ്. നേരത്തെ തന്നെ ആ നേത്ര പരിശോധനയിലൂടെ ഈ പറയുന്ന വാസ്കുലോപ്പത്തി, അതായത് മൈക്രോ വാസ്കുലർ സർക്കുലേഷനിൽ രക്തധമനികളിൽ
ഏറ്റവും ചെറിയ സൂക്ഷ്മമായ രക്തധമനികളിലൂടെ രക്തയോട്ടം കുറഞ്ഞതായിട്ട് കണ്ടുപിടിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു ഘട്ടം ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. ഒരു സംശയമില്ല കാര്യത്തിൽ. ശരീരത്തിന്റെ രണ്ട് അറ്റങ്ങളിൽ കിടക്കുന്ന രണ്ട് അവയവങ്ങളാണിവ, കണ്ണുകളും കാൽപാദങ്ങളും. പക്ഷെ ഇത്രയും അടുത്ത ബന്ധം പുലർത്തുന്ന രണ്ട് അവയവങ്ങൾ വേറെ ഏതെങ്കിലും ശരീരത്തിലുണ്ടോ എന്നുള്ളത് തന്നെ എനിക്ക് സംശയമാണ്. കാൽപാദങ്ങളിൽ ലക്ഷണങ്ങൾ വരാൻ ഒരുപാട് വർഷങ്ങൾ എടുത്തെന്ന് വരാം. എന്നാൽ നേത്രങ്ങളിൽ ആദ്യം തന്നെ കണ്ടുപിടിച്ചെടുക്കാൻ സാധ്യമാണ്. നേത്ര പരിശോധനയുടെ പ്രാധാന്യം ഇവിടെ അടിവരയിട്ട് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഡയബറ്റിക് കെയർ ഇന്ത്യയുടെ സാന്നിധ്യം മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും ഇപ്പോൾ ലഭ്യമാണ്. ഫേസ്ബുക്കിൽ ചെയ്യാൻ മറക്കരുത്, ഇൻസ്റ്റയിലും ഉണ്ട്. പിന്നെ യൂട്യൂബിൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള പരിപാടികൾ വീണ്ടും വീണ്ടും കാണണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക. ഇത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ഐക്കൺ അമർത്താനും മറക്കരുത്. നന്ദി, നമസ്കാരം.